ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ടോ? നരച്ച മുടി ഒന്ന് കറുപ്പിക്കുവാനോ, ഫൈലൈൻസും റിങ്കിൾസും വീണ മുഖം ഒന്ന് കെയർ ചെയ്യുവാനോ, എന്തിന് നല്ല രീതിയിലൊന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകുവാനോ തോന്നാത്ത ഒരു തരം മാനസികാവസ്ഥ. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് മറികടക്കണ്ടേ? പണ്ട് സുന്ദരിയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഈ പ്രായത്തിലും ഇപ്പോഴും സുന്ദരിയായിരിക്കുന്നു എന്ന് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് തോന്നിയ നിങ്ങളുടെ സൗന്ദര്യത്തെ ഒന്ന് വീണ്ടെടുക്കുവാനും വരകളും പാടുകളും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ ആയിട്ട് ജീവിക്കാൻ മറന്നുപോയ നിങ്ങളുടെ ഉള്ളിലെ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വയം സ്നേഹിക്കാൻ, സ്വയം ഒന്ന് കെയർ ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈലൈൻസും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ ബാധിച്ച് നമ്മുടെ മുഖത്തെ ഒന്ന് ഈവൻ ടോൺ ആക്കാനായിട്ടും ഒന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ടും ഒന്ന് റേഡിയൻ്റ് ആക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ചാനലിലൂടെ ഇത്തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രായം ഇങ്ങനെ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് സ്വയം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു തരത്തിലും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ. ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഇത്രയും പ്രായമായില്ലേ, ഇനി എന്തിനാണ്? അല്ലെ ഇനി എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും യൂസ്ഫുൾ ആകുമോ? അല്ലേ തന്നെ ജീവിക്കുന്നത് എന്തിനാണ്? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ തോന്നി ഒരുതരം എല്ലാത്തിനോടും പിൻവലിയുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇതിനെ മിഡ് ലൈഫ് ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഒരു 35 അല്ലെങ്കിൽ ഒരു 40 വയസ്സ് മുതൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക നിലയാണത്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളിലൂടെ ക്രൈസിസിലൂടെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒന്ന് മുടി ചീകുവാനോ നല്ല രീതിയിലൊന്ന് ഡ്രസ്സ് ചെയ്യാനോ, എന്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഇത്തിരി പൗഡർ പോലും മുഖത്തിട്ട് പോകാൻ പോലും തോന്നാത്ത ഒരുതരം മാനസികാവസ്ഥ. വല്ലാത്ത ഒരുതരം സമ്മർദ്ദം അനുഭവിക്കുന്ന, സംഘർഷം അനുഭവിക്കുന്ന ഒരു കാലയളവാണത്. ഇത് നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല. ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. 35-40 വയസ്സിന് ശേഷം മനുഷ്യരെ ബാധിച്ചേക്കാവുന്ന ഒരു പ്രശ്നമാണിത്. ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതൊന്ന് പരിഹരിക്കുക? അത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതിനൊക്കെ അപ്പുറം നമ്മളൊന്ന് സ്വയം സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വയം ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ നമുക്ക് തോന്നും. നമ്മുടെ നരച്ച മുടി ഒന്ന് കറുപ്പിക്കാൻ തോന്നും. ഫൈലൈൻസും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ വന്ന മുഖമൊക്കെ ഒന്ന് മാറി എനിക്കൊന്ന് സുന്ദരിയാകണം എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം തോന്നിത്തുടങ്ങും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്നലെ വരെ യാതൊരു സംരക്ഷണവും കൊടുക്കാത്ത ആ നമ്മളെ നമുക്ക് ഇന്നു മുതൽ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങാം. ഇന്നു മുതൽ നമുക്കൊന്ന് സ്നേഹിച്ച് തുടങ്ങാം. ഇന്നലെ വരെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച മനുഷ്യരാകും നമ്മൾ, അല്ലേ? ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ നമ്മൾ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച മനുഷ്യരായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം ഏറെക്കുറെ അങ്ങനെയാണ്. പക്ഷേ ഇന്നു മുതൽ, ഈ ജീവിതത്തിൻ്റെ ഒരു മധ്യഘട്ടം മുതൽ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു തുടങ്ങിയാലോ? അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്ത് പ്രായം കൊണ്ടുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ ടോണാക്കി ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന, ഒരു റേഡിയൻ്റ് ആക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് സെൽഫ് കെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, അല്ലേ? അപ്പോൾ ഇന്നലെ വരെ യാതൊരു കെയറും നമ്മൾ കൊടുക്കാതിരുന്ന, യാതൊരുവിധ മൈൻഡും നമ്മൾ ചെയ്യാതിരുന്ന നമ്മളെ തന്നെ നമുക്ക് ഇന്നു മുതൽ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങാം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വണ്ണം നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്ക് ചെയ്ത് തുടങ്ങാം. ഇത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷന്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് വളരെ ഈവൻ ടോണാക്കി നല്ല റേഡിയൻ്റാക്കി ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ സ്വയം ഒന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കാശ് ചിലവാക്കുകയോ ഒന്നും വേണ്ട നമുക്കിതിന് വേണ്ടി.
നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കധിക ചിലവുകളൊന്നുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലിക്വറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും അതേപോലെ ഓൺലൈനിലുമൊക്കെ അവൈലബിൾ ആണ്. വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കി വാങ്ങാവുന്നതാണ്. ഒരുപാട് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൗഡറാണ് ഈ ലിക്വറൈസ് പൗഡർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് ഈ ലിക്വറൈസ് പൗഡർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിന്ന് നല്ല ഈവൻ ടോൺ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പൗഡറാണ് ലിക്വറൈസ് പൗഡർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലിക്വറൈസ് പൗഡറാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സീഡ് പൗഡറാണ്. ഫ്ലാക്സീഡ് ജെല്ലല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലാക്സീഡ് പൊടിച്ചിട്ടുള്ള പൗഡറാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ഫ്ലാക്സീഡും നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്, ഓൺലൈനും അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നമ്മളത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതാണ് നമുക്കിതിനകത്ത് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ടുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മാത്രമല്ല കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും സ്കിന്നൊന്ന് ഫേം ആക്കുവാനായിട്ടും ടൈറ്റൻ ആക്കുവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഒരു സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് പൗഡറാണ്. ഫ്ലാക്സീഡ് വറുത്ത് പൊടിക്കുകയോ ഒന്നും വേണ്ട, നമ്മൾ മേടിക്കുന്നത് പോലെ തന്നെയുള്ള ഫ്ലാക്സീഡ് എടുത്ത് നല്ലതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്താൽ മതിയാകും. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ടാമത് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് പൗഡറാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. അലോവേറ നമുക്കറിയാം നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുതന്നെയാണ് നമ്മളൊരു പ്രായം മുൻപോട്ട് കൂടുമ്പോൾ നമുക്ക് സ്കിന്നിന് ഏറ്റവും അധികം ആവശ്യവും അതുതന്നെയാണ്. കാരണം സ്കിന്ന് വരണ്ടു പോകും. അപ്പോൾ നമുക്കൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് മൂന്നാമത് നമുക്ക് ആവശ്യം അലോവേറ ജെല്ലാണ്. അതിനായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവേറ ജെല്ലല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊരു നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലിന് ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കി വാങ്ങാവുന്നതാണ്. നാലാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ്. പാലെന്ന് പറയുന്നത് നമുക്കറിയാം അത് നല്ലൊരു ക്ലെൻസറാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടുമൊക്കെ പാല് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണയാണ്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ആവണക്കെണ്ണ തലമുടിക്കാണ് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന്. എന്നാൽ അങ്ങനെയല്ല. തലമുടിക്ക് മാത്രമല്ല, അത് സ്കിന്നിനും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഒരു മെച്യൂർ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്ന് നല്ല ടൈറ്റൻ ആകാനായിട്ടും ഫേം ആവാനായിട്ടും നല്ല യൂത്ത്ഫുൾ ആവാനായിട്ടും നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലിക്വറൈസ് പൗഡറാണ്. രണ്ടാമത്തേത് ഫ്ലാക്സീഡ് പൗഡറാണ്. മൂന്നാമത്തേത് അലോവേറ ജെല്ലാണ്. നാലാമത്തേത് പാലാണ്. അഞ്ചാമത്തേത് കാസ്റ്റർ ഓയിലാണ്. ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഫേസ് പാക്കിന് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ലിക്വറൈസ് പൗഡർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ ആഡ് ചെയ്യുക. ഫ്ലാക്സീഡ് ജെല്ലല്ല, പൗഡറാണ്. 1 ടീസ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്യാൻ ആവശ്യമായ അത്രയും പാലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടിത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത, നന്നായിട്ട് വാഷ് ചെയ്ത നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്.
നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണിത്. നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയും തോറും ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യണം. നമ്മൾ എന്തായാലും മാറാൻ തീരുമാനിച്ചു അല്ലേ? നമ്മളൊന്ന് സ്വയം സ്നേഹിക്കുവാനും ഒന്ന് സ്വയം കെയർ ചെയ്യാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്കിൻ കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സ്വയം മാറ്റങ്ങൾ നിങ്ങളുടെ മുഖത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെയുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ മാറി നമുക്ക് ഒരു സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ സ്കിൻ കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, ഇതൊക്കെ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. 25 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. മൊബൈൽ നോക്കി അല്ലെങ്കിൽ TV കണ്ടൊന്നും സമയം കളയരുത്. ഉറങ്ങാനുള്ള സമയം നമ്മൾ ഉറങ്ങാൻ തന്നെ എടുക്കുക. ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാൻ കാരണമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മുട്ട, അതേപോലെ ഫിഷ്, പയറുവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതിലൊക്കെ ഉപരി സമാധാനമായിട്ടിരിക്കാനും ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന്, നെഗറ്റീവായ ആളുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമ്മളുടെ മനസ്സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സമാധാനവും നമ്മളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ ഒട്ടും സമാധാനമില്ലാത്തവരാണ്, നമ്മളൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മുഖത്ത് വളരെയധികം പ്രകടമായിരിക്കും. ഇന്നലെ വരെ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ മുൻപോട്ടുള്ള ഇനി നമ്മുടെ ജീവിതത്തിന് സമാധാനം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്വയം ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മൾ പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ജീവിതത്തിൽ ചിലവഴിച്ചിട്ടുണ്ടാകും അല്ലേ? പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സ്വയം ചോദ്യം നമ്മളോട് ചോദിച്ചു തുടങ്ങുമ്പോൾ നമുക്കതിനുള്ളൊരു ഉത്തരം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു AM റുട്ടീനും ഒരു PM റുട്ടീനും ഉണ്ടായിരിക്കണം. ഇതുവരെയും ഒരു സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ ഞാൻ പറയുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങളൊരു മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും ഒരു സിറവും ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുക. അത് രാവിലെയും അതേപോലെ തന്നെ രാത്രിയിലും അതിനനുസരിച്ചുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. പരമാവധി സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങും. എൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകൾ, നിങ്ങൾ ഒരിക്കലും ഒരു കാര്യങ്ങളിലും പ്രായമായില്ലേ, ഇനി അതൊക്കെ എനിക്ക് ചെയ്യാവോ എന്നൊന്നും കരുതി മാറി നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മടിയാണെങ്കിലും ഇനി ജീവിതമില്ല, ഇനി മുൻപോട്ടില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ, പണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഇനി ഒന്ന് ചെയ്തു തുടങ്ങുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ജീവിതം മൊത്തത്തിൽ മാറി മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത ഈ ഫേസ് പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.